നമ്മുടെ കോഴിക്കോട്ടിലെ സെക്കൻഡ് ഡേ ആണ്. രാവിലെ അങ്ങനെ എണീറ്റ ഉടനെ നേരെ കുറ്റിച്ചിറയിലുള്ള ഇടയിലെ ഹോട്ടലിലേക്കാണ് പോയത്. അവിടുത്തെ പഴംപൊരിയും ബീഫും ട്രൈ ചെയ്യാൻ. അവിടെ ചെന്നപ്പോ അതേ നീണ്ട ക്യൂ. എന്നാ പിന്നെ ചാമ്പ്യൻസ് റെസ്റ്റോറന്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ച് പോയപ്പം അതിനെക്കാട്ടിലും തിരക്ക്. പിന്നെ ഞങ്ങൾ നേരെ പാരകളിലേക്ക് വെച്ച് പിടിച്ച്. അങ്ങനെ ഞങ്ങൾ പാരഗണിൽ ചെന്നിട്ട് പൊറോട്ടയും ചിക്കൻ സ്റ്റൂവും ഓർഡർ ചെയ്തു. കുടിക്കാൻ വേണ്ടി കോഫിയും ടീയും ആണ് മേടിച്ചത്. അങ്ങനെ നല്ല ചൂട് പൊറോട്ടയും ചിക്കൻ സ്റ്റൂവും വയറ് നിറയെ കഴിച്ച ശേഷം ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് ഇറങ്ങി. ഇനിയുള്ള ഞങ്ങളുടെ സ്പോട്ട് ശങ്കര ബേക്കറിയാണ്. മിഠായി തെരുവിലുള്ള വീട്ടിലേക്കുള്ള ഹൽവ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ നല്ല വെറൈറ്റീസ് ഓഫ് ഹൽവാസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇത്രയും ഹൽവാസ് ഫസ്റ്റ് ടൈം കാണുന്ന ഇവിടെയാണ്. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ കറങ്ങിയപ്പോൾ ഒരു മാള് ഉണ്ട്. അവിടെ ചാടി കയറിയപ്പോഴാണ് മനസ്സിലായത് കയറേണ്ട ആവശ്യമില്ലായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഷോപ്പൊന്നുമില്ല. ഡ്രസ്സ് മേടിക്കേണ്ടവർക്ക് മാത്രം കുറച്ച് ഡ്രസ്സിന്റെ ഷോപ്പുണ്ട്. വലിയ കളക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലുതായിട്ടില്ല, കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് നേരെ ആദാമിന്റെ ചായക്കടയിലേക്കാണ് പോയത്. ആദാമിന്റെ ചായക്കട അത്യാവശ്യം ഫേമസ് ആണല്ലോ. കയറിയപ്പോ തന്നെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് തോന്നി. ഫോട്ടോസ് ഒക്കെ എടുക്കാനാണെങ്കിലും നല്ലൊരു വ്യൂ ആണ്. അവിടുന്ന് ഞങ്ങൾ പിന്നെ ഓർഡർ ചെയ്തത് നെയ്ച്ചോറും ബിരിയാണിയാണ്. കുടിക്കാൻ വേണ്ടി കുൽക്കി സർബത്തും പൈനാപ്പിൾ ജ്യൂസും ഓർഡർ ചെയ്തു. എനിക്ക് ഇവിടുത്തെ നെയ്ച്ചോറിനെക്കാട്ടിലും ആ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നെക്സ്റ്റ് പോയത് ഗോകുലം മാളിലേക്കാണ്. ഗോകുലം മാള് നല്ല വലിയ മാള് കേട്ടോ. അവിടെ അത്യാവശ്യം എല്ലാ ഷോപ്പുകളുടെയും ഔട്ട്ലെറ്റുകൾ ഉണ്ട് കേട്ടോ. പിന്നെ ഷാപ്പ് റെസ്റ്റോറന്റ് ഇല്ലേ, അതിന്റെ ഒക്കെ ഔട്ട്ലെറ്റ് ഇവിടെ നോക്കിയപ്പോൾ ഞങ്ങൾ കണ്ട്. പിന്നെ അതിന്റെ ഫുഡ് കോർട്ടിലൊക്കെ കുറച്ച് കറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ റൂമിലേക്കാണ് പോയത്. റൂമിലിരുന്ന് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ മാനാഞ്ചിറ സ്ക്വയറിലേക്ക് പോയത്. ഇവിടെ പ്രത്യേകിച്ച് ഈവനിങ് ഇരിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. നേരെ പിന്നെ ബോംബെ റെസ്റ്റോറന്റിലേക്കാണ് പോയത്. അവിടെ ചെന്നിട്ട് കോഫിയും പിന്നെ സ്നാക്സും കഴിച്ച് അതിനുശേഷം നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് പോയി. കോഴിക്കോട് ബീച്ച് ഇപ്പോൾ പണ്ടത്തെ ആ ഒരു ഇതില്ല കേട്ടോ. കാരണം തള്ളുവണ്ടിയിലുള്ള ഉപ്പിലിട്ട മാങ്ങ അതൊന്നും ഇല്ല. ഷോപ്പൊക്കെ ഇവർ ക്ലോസ് ചെയ്തു. കാരണം കോർപ്പറേഷൻ ഇവർക്ക് എന്തോ ഒരു ഷോപ്പ് പോലെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് ആളുണ്ട്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് ഷാപ്പ് റെസ്റ്റോറന്റിലാണ് വന്നത്. കോഴിക്കോട് വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറന്റ് ആണ് ഷാപ്പ്. കാരണം ഇവിടെ ഫുഡ് നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ എൻവയോൺമെന്റ്, പിന്നെ ഇവർ സെർവ് ചെയ്യുന്ന രീതി, അതൊക്കെ ഭയങ്കര സൂപ്പറാണ്. വേറെ എങ്ങും ഇല്ലാത്ത സ്പെഷ്യാലിറ്റി ഇവർക്കുണ്ട് ഫുഡ് സെർവ് ചെയ്യുന്നതിൽ. അവിടെ ചെന്നിട്ട് ഞങ്ങള് ഓർഡർ ചെയ്തത് പാൽക്കപ്പയും ബീഫും ആണ്. പിന്നെ അതുപോലെ തന്നെ സുലൈമാനി. നെക്സ്റ്റ് പിന്നെ ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് റഹ്മത്തിൽ വന്നത്. അവിടുന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തത് പുട്ടും ബീഫും അപ്പവും അയലക്കറിയാണ്. എനിക്ക് ഇവിടുത്തെ ഫുഡ് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പലർക്കും പല രീതിയല്ല ടേസ്റ്റ്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ കോഴിക്കോട്ടെ വിശേഷങ്ങൾ.